ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് ടേബിളാണ്. അപ്പോൾ DIY ആയിട്ട് നമുക്ക് എപ്പോഴും ഈ നമ്മൾക്ക് കളയുന്ന സാധനങ്ങളൊക്കെ ആണല്ലോ, വേസ്റ്റ് മെറ്റീരിയൽസിലേക്ക് നമ്മൾ പഴയ ബുക്കും ഇങ്ങനത്തെ കുറേ ബുക്കൊക്കെ കാണൂലേ, ഇതൊക്കെ വെച്ച് പിന്നെ നമ്മൾ കാർഡ്ബോർഡ് റോളൊക്കെ വെച്ചാണ് ഇന്നത്തെ നമ്മൾ ടേബിൾ ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ഈ ബുക്കൊക്കെ നല്ല വൃത്തിയൊന്നും ഈ ബൈൻഡൊക്കെ കളഞ്ഞിട്ട് ആദ്യം ഞാൻ ചെയ്ത് നോക്കിയതായിരുന്നു. അവസാനം ഫ്ലോപ്പ്. ഇതൊക്കെ ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി. ആൻഡ് അത് ഞാൻ ജസ്റ്റ് ഈ മാസ്കിംഗ് ടേപ്പ് ഇല്ലേ, അതൊക്കെ ഞാൻ ജസ്റ്റ് ചുറ്റി കൊടുത്തു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കും. മാക്സിമം വെയിറ്റ് കുറഞ്ഞ ബുക്ക് എടുക്കാൻ നോക്കുക കേട്ടോ. വെയിറ്റ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞ ബുക്ക് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഞാൻ 4 ഇതുണ്ടല്ലോ, കാർഡ്ബോർഡ് റോൾ ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത്രയാണ് ഞാൻ പൊതുവേ ചെയ്ത് വെച്ചിട്ടുള്ളത്. 4 കാർഡ്ബോർഡ് റോൾസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എല്ലാത്തിനും കവർ ചെയ്തെടുക്കണം. ബിഫോർ ദാറ്റ് നമുക്ക് സാൻഡ് പേപ്പർ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യണ്ട. ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഇങ്ങനെ കട്ട് ചെയ്ത എഡ്ജസ്റ്റൊക്കെ കാണില്ല, 2 സൈഡിൽ ആ കാർഡ്ബോർഡ് റോളിൽ കട്ട് ചെയ്ത ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ASMR വീഡിയോ ഒക്കെ ഇട്ട് തോന്നും. ഞാൻ 2 സൈഡും ഒന്നും ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫെക്ഷനിൽ നിൽക്കും കേട്ടോ. നേരത്തെ ഞാൻ കുറേ ഉരച്ചായിരുന്നു, അതാണ് ഈ കാണുന്ന പാട്. ഇനി എടുക്കുമ്പോൾ ഒരേ സൈസിലെ ബുക്കും ഒരേ സൈസിലെ കാർഡ്ബോർഡ് റോളും എടുക്കാനൊക്കെ ഞാൻ എടുത്ത സമയത്ത് ഒരെണ്ണം ജസ്റ്റ് ചെറുതായിപ്പോയി. കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം ജസ്റ്റ് ചെറുതായിപ്പോയി. കുഴപ്പമില്ല, ഒരെണ്ണമൊക്കെ ചെറുതായ പ്രശ്നമില്ല. 2-3 ചെറുതാക്കരുത്. എല്ലാം ഒരേ സൈസ് എടുക്കാൻ നോക്കട്ടെ. ഇനി നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കാം. ഓക്കെ, കവർ ചെയ്യാൻ നമ്മുടെ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് പേപ്പർ ഇട്ട് കവർ ചെയ്യാം കേട്ടോ. ഞാൻ മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഫുൾ നമുക്ക് കവർ ചെയ്യണം. അപ്പം നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്യണം. അതിനായിട്ട് നമുക്ക് പശയൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ നല്ല വൃത്തി പശ ഇടണം. നിങ്ങൾക്ക് ഏത് പശ ഇട്ടും കവർ ചെയ്തു. ദയവ് ഇത് ഗ്ലൂ സ്റ്റിക്കൊന്നും എടുക്കരുത്. അതാണ് അതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പശ വരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ എൻ്റെ ടെക്നിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം നമ്മൾ അവിടെ യൂസ് ചെയ്ത പശ അതിൽ ഒട്ടിയിരിക്കില്ല, അത് ഞാൻ ഇളക്കാൻ മറന്നു. എനിക്ക് കഴിപ്പില്ല, അത് ഞാൻ ഇളക്കിയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി മാസ്കിംഗ് ടേപ്പിൽ പശ ഒട്ടി വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒട്ടിച്ചു. നല്ല വൃത്തി പശയിൽ പിശുക്ക് കാണിച്ചാൽ സാധനം ഒട്ടൂല. നമ്മൾ നല്ല വൃത്തി പശ തേച്ച് കൊടുക്കണം കേട്ടോ. നല്ല വൃത്തിയാന്ന് വെച്ചാൽ നല്ല വൃത്തി പശ തേക്കണം ഗൈസ്. പിന്നെ ഞാൻ ഈ പശ തേച്ചിട്ട് ഞാൻ എൻ്റെ പഴയ ഗ്ലൂ ബോട്ടിലാണത്, അതിൻ്റെ ടോപ്പ് പോഷൻ ഇങ്ങനത്തെ അടപ്പാണ്. അപ്പോൾ ഞാൻ കൈ പറ്റാണ്ട് സ്പ്രെഡ് ആക്കാം കേട്ടോ നമുക്ക് പശ. അല്ലെങ്കിൽ ഒട്ടിക്കുമ്പോൾ പേപ്പറിൽ ഇങ്ങനെ കുത്തു പോലെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ സ്പ്രെഡാക്കിക്കൂടെ, കൈയിട്ട് സ്പ്രെഡാക്കിയാലും മതി. പിന്നെ അത് വെറുതെ കയ്യിലാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ട് തേക്കുന്നതാണ്. നമുക്ക് നല്ലവർക്ക് സ്പ്രെഡാക്കി കൊടുക്കും കേട്ടോ. സ്പ്രെഡാക്കുമ്പോൾ ഈ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം നമുക്കിത് സ്പ്രെഡാക്കിയിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. അങ്ങനെ ഈ എല്ലാ സൈഡും 4 സൈഡ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഭംഗി കിട്ടുള്ളൂ. ഞാൻ ഇത് ഒട്ടിച്ചിട്ട് കാണാം കേട്ടോ.